എല്ലാവർക്കും നമസ്കാരം. ആൽപീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൊഴുവ, ഒഴുകൽ, നത്തോലി, പീര വെക്കാം. നമുക്കിത് വെട്ടി ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് തേച്ച് കഴുകി അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം. വെട്ടിവെച്ച് വെള്ളത്തിലിട്ട് വെച്ചേച്ചെന്നാൽ നമ്മൾ അരപ്പൊക്കെ തയ്യാറാക്കുമ്പോഴത്തേനും ഒരു ചീലുവാട വരാതിരിക്കുവേ. ഉപ്പും ഒക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉണക്കമീൻ രുചിയായി പോകാൻ നേരത്തേനും. ഇതിനധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് വെള്ളത്തിലൊന്നും വേകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും മീനേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കിലോ കുടംപുളി കീറി നന്നായിട്ട് കഴുകിയെടുത്ത് കീറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം മതി, പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീൻകറി വെക്കുമ്പം പുറ കൂടുതൽ തോന്നുവാണെങ്കിൽ, പുളി കൂടുതൽ തോന്നുവാണെങ്കിൽ ആ പുളിച്ചെള്ളം എടുത്ത് കളഞ്ഞാൽ മതി. പുളിവെള്ളം ഒഴിക്കുന്ന എന്നാത്തിനാന്ന് വെച്ചാൽ ഇതിനധികം വേവില്ലാത്ത മീനായ കാരണം പെട്ടെന്ന് മീനെ പുളി പിടിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്തത് ഇതിൻ്റെ അരപ്പാണ്. ഇപ്പം ഒരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ചുവന്നുള്ളി, തേങ്ങ, എരിവിന് പച്ചമുളകും. പീരയ്ക്ക് രുചി കൂടാൻ ചുവന്നുള്ളിയാണ് വേണ്ടത്. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില കറി കൂടുന്തോറും കറിക്ക് രുചി വരത്തേ ഉള്ളൂ. അതുപോലെ ഇഞ്ചി വേണം, ആവശ്യത്തിന് തേങ്ങയും വേണം. ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ വേവിക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലോട്ട് അരിഞ്ഞ് ചേർത്തു. തേങ്ങയും കൂടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ഇട്ടു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മണം. തിരുമ്മി യോജിപ്പിച്ചേച്ച് അതിൻ്റെ കൂടത്തിൽ മീനും കൂടി ഇട്ട് നമ്മൾ തിരുമ്മിയെടുക്കണം. മീൻ തിരുമ്മുമ്പം ഉടഞ്ഞു പോകാതെ തിരുമ്മണം. ആദ്യം ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചേച്ച് വേണം ഈ മീനൂടെ വാരിയിട്ട് തിരുമ്മാൻ വേണ്ടി. മീനൊന്ന് പിഴിഞ്ഞെടുക്കാം. മീനും കൂടി ഇട്ട് തിരുമ്മി യോജിപ്പിച്ചേച്ച് നമുക്കിനി ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പുളിച്ചോള നടുക്ക് വെച്ചേച്ച് നമ്മൾ ഈ മീനൊന്ന് തട്ടിപ്പൊത്തി വെക്കണം. ഇനി ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ച് വേവിക്കാം. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടെന്നാൽ രുചി കൂടും. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല. ആ മീനിനകത്തെ വെള്ളം ഇറങ്ങി മീൻകറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഇളക്കുമ്പം മീൻ പൊടിയാതെ നോക്കണം. ഇനി നടുഭാഗം ഇതുപോലെ വകഞ്ഞു വെച്ചേച്ച് വെള്ളം വറ്റിക്കാം. കൈകൊണ്ട് പയ്യെ ചുറ്റിച്ച് ഒന്ന് കുടഞ്ഞിടാം, അല്ലാതെ സ്പൂൺ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോവും. ഇപ്പം തന്നെ അത് മീൻ വെന്തു, അതിനുവെച്ചാൽ ഇതിനധികം വേവില്ല. പയ്യെ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി അതിനകത്തെ വെള്ളം മുഴുവനായിട്ടും പറ്റിച്ച് കളയണം. ഒറ്റ മീൻ പോലും ഉടയാതെ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വെട്ടി വൃത്തിയാക്കി എടുക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മീൻ പീര ഇവിടെ റെഡിയായി. ഒരൊറ്റ മീൻ പോലും ഉടഞ്ഞിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്.